ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും സീരീസ് ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര പോകാൻ പോവുകയാണ്. ആഗ്ര, ഡൽഹി, മണാലിയാണ് നമ്മുടെ യാത്ര. മണാലിയാണ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ യാത്രയിൽ ആവശ്യമായിട്ടുള്ള ഫുഡും അതുപോലെ കുറച്ച് മെഡിസിൻസും അവിടെ ആവശ്യമുള്ള തണുപ്പിനൊക്കെ ആവശ്യമുള്ള ഡ്രസ്സും അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും നമ്മളിലുള്ള കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബാഗിൽ എന്തൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫുഡിന്റെ കാര്യം പറയാം. ഇത് നമുക്ക് അവില് വിളയിച്ചതാണ്. നാളികേരായാലും നന്നായി വിളയിച്ചിട്ട് വാട്ടർ കണ്ടന്റ് തീരില്ലാത്ത പോലെയാണ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെക്കണം, എന്നാലാണ് നമുക്ക് കുറെ ദിവസം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ കുറെ നാൾ കേടുകൂടാതെ നമുക്ക് ഇരിക്കും. നമുക്ക് ലോങ് ജേർണിക്ക് അത്യാവശ്യമാണ് അങ്ങനത്തെ ഐറ്റംസ്. അതുപോലെ ഇതാണ് പീനട്ട് ബട്ടർ. അതുപോലെ കുട്ടികളുണ്ടെങ്കിൽ ജാം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. എന്നാണോ യാത്ര പോകുന്നത് അന്ന് നമുക്ക് ബ്രെഡ് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും 4-5 ദിവസമാണ് നമുക്ക് അതിന്റെ ഡേറ്റ് എക്സ്പയറി ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ പോകുന്നതിന്റെ അന്ന് നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിയിട്ട് പാക്ക് ചെയ്ത് വെക്കാം. നമ്മൾ ഈ യാത്രയിൽ 2 ദിവസമാണ് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്താനുള്ളത്. അപ്പൊ ഈ 2 ദിവസത്തേക്കുള്ള ഫുഡ് എന്നുവെച്ചാൽ ട്രെയിനിൽ മാക്സിമം വാങ്ങാതെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് നമ്മൾ കൊണ്ടുപോകാൻ. ബാക്കിയുള്ള ദിവസത്തേക്ക് ഇതേപോലെ ഡ്രൈ ഫ്രൂട്ട്സും അവിലും ബാക്കിയുള്ള ബ്രെഡും ഒക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ 2 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ചപ്പാത്തി, അതേപോലെ നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ, ബീഫ് അതേപോലെയുള്ള ഐറ്റംസ് കൊണ്ടുപോകാൻ. പിന്നെ പോകുന്ന അന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് കൊണ്ടുപോകാൻ. ചോറ് നമുക്ക് വാഴയിലയിൽ ഒക്കെ പൊതിഞ്ഞു കൊണ്ടുപോകുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി 3 tier AC ബുക്ക് ചെയ്യാം. അതാകുമ്പോൾ കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടും പോവുകയാണെങ്കിൽ നമുക്ക് യാത്ര നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ട്രെയിനിലെ ഫുഡ് എല്ലാവർക്കും വയറിന് പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അത് തന്നെ കംഫർട്ടായിട്ട് കഴിക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രെയിനിൽ ബുദ്ധിമുട്ടുന്നത് നമ്മൾ ട്രെയിനിലത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇതാണ് ടോയ്ലറ്റ് സീറ്റ് കവർ. നമുക്ക് മീഷോയിൽ നിന്ന് 150 രൂപയിൽ താഴെയായിട്ട് നമുക്കിത് വാങ്ങാൻ പറ്റും. ഇതില് 10 എണ്ണാണ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് സീറ്റ് കവർ. ഇതിന്റെ നടുഭാഗത്തുള്ള ഈ ഒരു പോർഷൻ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ക്ലോസറ്റിന്റെ മുകളിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മണാലിയിൽ പോകുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഡ്രസ്സും അതുപോലെയുള്ള കുറച്ച് ഐറ്റംസും നമ്മൾ തെർമൽ മെയിൻ ആയിട്ട് കൊണ്ടുപോകാം. തെർമൽ കൊണ്ടുപോകുമ്പോൾ തന്നെ ഗ്ലൗസ് ഒരു 2 ഗ്ലൗസ് ആയിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഗ്ലൗസും കൊണ്ടുപോകാം. അത് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വളരെ റേറ്റ് കൂടുതലാണ്. ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം. പിന്നെ കുട്ടികളൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇതേപോലത്തെ മങ്കി ക്യാപ്പ് വളരെ ഉപകാരപ്പെടും. അതുപോലെ ഈ തൊപ്പി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മങ്കി ക്യാപ്പിന്റെ മുകളിലായിട്ട് ഈ തൊപ്പി ഇട്ട് കൊടുക്കാം. നമ്മൾ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾക്ക് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടതെന്ന്. അപ്പൊ നമ്മളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടേണ്ടത്, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ നമ്മൾ ഈ തൊപ്പി വാങ്ങുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് ഇതുപോലെ ഒരു ഐറ്റം കിട്ടും. നമ്മളെ കഴുത്തിന്റെ ഭാഗം കവർ ചെയ്യാൻ നമുക്ക് മാസ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ഗ്ലൗസിന്റെ കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോയി. നമുക്ക് സോക്സ് വേണം. സോക്സ് നമ്മൾ തെർമൽ സോക്സും അതേപോലെ നോർമൽ സോക്സും കൊണ്ടുപോകാം. 2 സോക്സ് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് തണുവിനെ ഒരുവിധം പ്രിവെന്റ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. മണാലിയിൽ പോകുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് കൊണ്ടുപോകേണ്ട ഐറ്റമാണ് കെറ്റില്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചായ കുടിക്കാൻ തോന്നും. അതാവുമ്പോൾ കെറ്റില് നമുക്ക് വെള്ളം ചൂടാക്കി എളുപ്പത്തിൽ നമുക്ക് ചായ ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ ഓരോ ബോട്ടിലില് ചായല, പഞ്ചസാര, ഉപ്പ് അതേപോലെ ഐറ്റംസ് എല്ലാം നമ്മൾ കരുതണം. അതുപോലെ കോൺഫ്ലെക്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അതേപോലെ 5 മിനിറ്റോടെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന പാക്കുകൾ 2-3 വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ നെബുലൈസർ. അത് നമ്മൾ യാത്ര പോകുന്നതിന് തൊട്ട് മുന്നേ ഡോക്ടറെ കണ്ട് നെബുലൈസറിൽ ഒഴിക്കേണ്ട മെഡിസിനും അതുപോലെ NS എല്ലാം നമ്മൾ കൊണ്ടുപോകുക. അവിടെ എത്തുമ്പോൾ നമുക്ക് എന്തായാലും ശ്വാസമുട്ടും കഫക്കെട്ടും അതുപോലുള്ള ഓരോ അസുഖങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ചുമ, വയറുവേദന, തലവേദന, ഛർദി, ലൂസ് മോഷൻ, അസിഡിറ്റി ഇതിനുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് കരുതുന്നത് നല്ലതായിരിക്കും. അത് ഇതുപോലെ ഒരു ബോക്സിൽ വെച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക്
പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പൊ നമ്മളെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസും എല്ലാ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് ഫുഡാണ്. അത് നമുക്ക് ഡ്രൈ ആയിട്ട് എന്താണോ കൊണ്ടുപോകാൻ പറ്റുക അതൊക്കെ നമ്മൾ എല്ലാം എടുത്ത് നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെക്കണം. അതുപോലെ പോകുന്ന അന്ന് തന്നെ നമ്മൾ ബ്രെഡ്, റസ്ക് അതുപോലെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ട് പാക്ക് ചെയ്യുക. പിന്നെ നമ്മൾ തെർമല്, അതുപോലെ തന്നെ മെഡിസിന്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ കെറ്റില് എല്ലാം നമ്മൾ മറക്കാതെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഓരോന്നായിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മളെ ജേർണി നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റണം. പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊണ്ടുപോകുന്ന ലഗേജ്, പെട്ടികൾ മാക്സിമം കുറയ്ക്കാൻ നോക്കുക. അതുപോലെ തന്നെ പെട്ടിയും പിന്നെ ഇതേപോലെ ഒരു ബാഗും. ഈ ബാഗിലാണ് നമ്മൾ ഡ്രസ്സുകൾ വെക്കുന്നതെങ്കിൽ നമുക്ക് കംഫർട്ട് ആയിട്ട് ഫുള്ളും അടക്കി വെച്ചിട്ട് നമുക്ക് ഷോൾഡറിൽ തന്നെ അത് ഹോൾഡ് ചെയ്തിട്ട് നടക്കാൻ പറ്റും. ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നല്ല തിരക്കായിരിക്കും. മാത്രമല്ല എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ലിഫ്റ്റും എക്സലേറ്ററും ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലഗേജ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെയുള്ള ബാഗ് കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് ഫേസ് വാഷ്, ബ്രഷ്, പേസ്റ്റ് എല്ലാ ഐറ്റംസും നമുക്ക് ഇതുപോലെ പുറത്തുള്ള കളിയിൽ, അതുപോലെ സൈഡിൽ ഒരുപാട് കളികളില്ലേ അതിലൊക്കെ നമുക്ക് ഇട്ട് വെക്കാം. പിന്നെ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് എടുക്കാനും നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതുപോലെയുള്ള വലിയ ബാഗിലാണെങ്കിൽ നമ്മൾ ട്രെയിനിൽ അടിയിൽ വെക്കുമ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് അത് എടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ കുറവ് ഡ്രസ്സ് കൊണ്ടുവരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ ആഗ്ര, ഡൽഹി, മണാലി പാക്കേജ് ആണ് പോകുന്നത്. 10 ദിവസത്തെ ട്രിപ്പാണ്. 4 ദിവസമാണ് ട്രെയിനിൽ, 2 ദിവസം അങ്ങോട്ടും 2 ദിവസം ഇങ്ങോട്ടും. അപ്പൊ ഞങ്ങൾ ഒരു 5 ഡ്രസ്സ് കൊണ്ടുപോകാനാണ്, 5 ജോഡി ഡ്രസ്സ് കൊണ്ടുപോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ മാക്സിമം ഡ്രസ്സ് കുറവ് കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്പേസും ഉണ്ടാകും. മാത്രമല്ല നമുക്ക് ബാക്കിയുള്ള സ്പേസിൽ നമുക്ക് അത്യാവശ്യമുള്ള തെർമൽസ്, ഫുഡ്, അതേപോലെ ഏറ്റവും ആവശ്യമുള്ള ഐറ്റംസ് വെക്കാം. പിന്നെ മാക്സിമം നമ്മൾ തെർമല് സെറ്റർ ഒന്നും കൊണ്ടുപോകാതിരിക്കുകയായിരിക്കും നല്ലത്. തെർമൽ കൊണ്ടുപോകണം, സെറ്റർ നമ്മൾ കൊണ്ടുപോകാതിരിക്കുകയായിരിക്കും നല്ലത്. നമുക്ക് ഡൽഹി അതേപോലെയുള്ള അവിടെ കുറെ ഓരോരോ സ്ഥലങ്ങളുണ്ട്. സരോജിനി മാർക്കറ്റ്, ചാന്ദിനി ചൗക്ക് മാർക്കറ്റ്, അതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ. അവിടെ 100, 200, 150 രൂപയ്ക്കൊക്കെ നമുക്ക് നല്ല അടിപൊളി സെറ്ററുകൾ കിട്ടും. നമുക്ക് വെറൈറ്റി ഫോട്ടോസ് എടുക്കാനും അതേപോലെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് വെറൈറ്റി വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടും. അത് നമ്മൾ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവര് പറയുന്നത് ചിലപ്പോൾ ഒരു 400, 500 ഒക്കെ ആയിരിക്കും. നമ്മളിവിടെ ആണെങ്കിൽ നമ്മൾ 2000 രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ടായിരിക്കും പോകേണ്ടത്. അവിടെ നമ്മളൊരു 500 പറയുകയാണെങ്കിലും നമ്മൾ അത് ബാർഗെയിൻ ചെയ്ത് നമുക്ക് 100, 150 വരെ നമുക്ക് കിട്ടും. അപ്പൊ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ കുട്ടികളായിട്ട് നമ്മൾ മണാലിയിൽ പോകുമ്പോൾ അവർക്ക് എങ്ങനെ ഡ്രസ് ചെയ്ത് കൊടുക്കണം അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മളെ ചാനൽ വിസിറ്റ് ചെയ്യണം, വീഡിയോ കാണണം. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. മാത്രമല്ല നിങ്ങളെ എല്ലാ യാത്ര ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും നമ്മളെ വീഡിയോ അയച്ചു കൊടുക്കണം. അപ്പൊ ശരി, ബൈ.